റബ്ബർ വില മിനിമം 250 രൂപയെങ്കിലുമായി വർദ്ധിപ്പിക്കണമെന്നാണ് LDF ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പാലായിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബർ വില പരമാവധി കുറയ്ക്കുകയും ടയർ വില 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്ത ടയർ കമ്പനികൾ തട്ടിയെടുത്ത അമിത ലാഭം 1800 കോടി രൂപയാണെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ഇത് റബ്ബർ കർഷകർക്ക് അവകാശപ്പെട്ട പണമാണ്. ഇത് അവർക്ക് നൽകണമെന്നാണ് LDF നയം. പക്ഷേ ടയർ വ്യവസായികൾക്കൊപ്പം നിൽക്കുന്ന കേന്ദ്ര സർക്കാർ അതിന് നടപടികൾ എടുക്കുന്നില്ല. കേന്ദ്രത്തോട് സഹായം ചോദിച്ചാൽ നൽകില്ല. കേന്ദ്ര നിലപാട് ശരിയല്ലെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറുമല്ല. നാടിന്റെ പ്രശ്നങ്ങളുടെ ഭാഗമായി നിൽക്കാൻ കോൺഗ്രസിനും BJPക്കും കഴിയില്ലെന്നും BJPയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി UDF മാറുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ തോതിൽ സാമ്പത്തിക ശേഷിയുള്ള ഒരു സർക്കാരല്ല എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല നമ്മെ ഏതെല്ലാം തരത്തിൽ ശ്വാസം മുട്ടിക്കാനാണ്. അതിനാണ് വലിയ ശ്രമം. കേരളത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ചരിത്രത്തിലില്ലാത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കേണ്ടി വന്ന നാടാണ് കേരളം. ഇത്തരമൊരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കൃഷിക്കാരോടുള്ള പ്രതിബദ്ധതയെ മുൻനിർത്തി കഴിഞ്ഞ ബജറ്റിൽ റബ്ബർ മേഖലയിൽ 150 രൂപ താങ്ങുവിലയായി സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അതല്ല LDF ആഗ്രഹിക്കുന്നത്. LDF ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ റബ്ബർ കർഷകർക്ക് മിനിമം 250 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ്. അതിന്റെ ഭാഗമായാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ഒരു പൈസ ആ ഇനത്തിൽ നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാണ്. വിഷമിക്കട്ടെ എന്നാണ്. നാട് വിഷമിക്കട്ടെ, ജനങ്ങൾ പ്രയാസപ്പെടട്ടെ. ഈ ചിന്തയാണ് കേന്ദ്ര ഗവൺമെന്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ പ്രയാസമായിട്ട് വലിയ കൃഷി ചെയ്തു. ആദ്യം ആ കൃഷിക്ക് മുന്നോട്ട്, പിന്നെ പെൻഷൻ ന്യായമായ വർദ്ധന കൊടുത്തു. ആ വർദ്ധനത്തിന്റെ ഭാഗമായി 1600 എത്തുന്നു. ഇത് ഇനിയും വർദ്ധിക്കണം എന്ന് തന്നെയാണ് LDFന്റെ ആഗ്രഹം. പക്ഷേ കേന്ദ്ര ധനമന്ത്രി അടക്കമുള്ളവർ, കേന്ദ്ര സർക്കാർ അടക്കം ഇതിനെല്ലാം തുരങ്കം വെക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. ക്ഷേമ പെൻഷനുകൾ ഇനിയും വർദ്ധിപ്പിക്കണമെന്നാണ് LDFന്റെ ആഗ്രഹമെന്നും പക്ഷേ ഇതിന് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ തടസ്സമാവുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 18,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷനുകൾക്കായി സംസ്ഥാനം പ്രതിവർഷം ചിലവിടുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ അവകാശത്തിലടക്കം കേന്ദ്രം അനാവശ്യ തടസ്സം ഉന്നയിക്കുകയാണ്. ഇതാണ് ക്ഷേമ പെൻഷനുകളടക്കം സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കേണ്ട പണത്തിന് തടസ്സമുണ്ടാവാൻ കാരണം. ഗത്യന്തരമില്ലാതെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളത്തിന്റെ മനസ്സിനൊപ്പമല്ല കോൺഗ്രസും BJP എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ലാലിച്ചൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP, സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ, മന്ത്രി VN വാസവൻ, NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ, CPM ജില്ലാ സെക്രട്ടറി AV റസൽ, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, ലതിക സുഭാഷ്, LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു, നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തിൽ, PM ജോസഫ്, അഡ്വക്കേറ്റ് VT തോമസ്, PK ഷാജകുമാർ, അഡ്വക്കേറ്റ് ജോസ് ടോം, പ്രൊഫസർ ഷാജി കടമല, ഔസേപ്പച്ചൻ തകടിയേൽ, ഡോക്ടർ തോമസ് C കാപ്പൻ, അഡ്വക്കേറ്റ് VL സെബാസ്റ്റ്യൻ, ഔസേപ്പച്ചൻ ഓടയ്ക്കൽ, ബിജി മണ്ഡപം, KS രമേശ് ബാബു, പീറ്റർ പന്തലാനി, പ്രശാന്ത് നന്ദകുമാർ, ബാബു K ജോർജ്, ടോബിൻ K അലക്സ് എന്നിവർ പ്രസംഗിച്ചു. പുഴക്കര മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. i4 ന്യൂസ്, പാലാ.